സത്യത്തില് കേരളത്തിലെ സാമുദായിക സംഘടനകളായിട്ടുള്ള NSS, SNDP, KPMS ഇതെല്ലാം പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തപ്പോ ആരാണ് ഭയക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവും. സത്യത്തില് പിണറായിയും കോൺഗ്രസുമാണ് ഭയക്കേണ്ടത് എന്ന് ഞാൻ പറയും. നമസ്കാരം. അപ്പോ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം കേരളത്തിൽ ഇപ്പോ SNDP, KPMS അതുപോലെ തന്നെ NSS എന്ന് പറയുന്ന 3 ഹിന്ദു സാമുദായിക സംഘടനകൾ LDFന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തു എന്നുള്ളതാണല്ലോ. അപ്പോ അതില് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവർക്ക് വോട്ടിനെ സ്വാധീനിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം. ഇതിൽ ആരാണ് ഭയക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ 2 തെരഞ്ഞെടുപ്പുകളാണല്ലോ മുമ്പിൽ വരുന്നത്. അതില് ഒന്നാമത്തേത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമല്ല പ്രതിഫലിക്കുന്നത്, വ്യക്തിബന്ധങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സംഘടനകൾ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കും എന്നുള്ളത്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാലും ഒരു 10 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ സാധിക്കും എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ സാമുദായിക സംഘടനകൾക്കും അത് നടക്കും എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. അപ്പോൾ അതൊരു പരിധിവരെ എഫക്റ്റ് ചെയ്തേക്കാം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ 2 മുന്നണികളാണ് പ്രധാനമായിട്ട് മത്സരിച്ചു കൊണ്ടിരുന്നത്. ഇത്തവണ 3 മുന്നണികൾ മത്സരിക്കുന്നു. ഈ 2 മുന്നണികൾ മത്സരിക്കുമ്പോൾ തന്നെ ഒരു 3000 മുതൽ 7000 വോട്ടുകൾക്ക് വരെയാണ് ഭൂരിഭാഗം MLA-മാരും ജയിച്ച് നിയമസഭയിലോട്ട് എത്തുന്നത്. ആ സാഹചര്യത്തിൽ ഒരു 3000-3500 വോട്ട്, ഇത്തവണ ത്രികോണ മത്സരമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ 3000-3500 വോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മറിക്കാൻ സാധിച്ചാൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ ഒരു സംഘടനയ്ക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിന് ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് പലരും പറഞ്ഞ് നടക്കുന്നത്. ഈ NSSന്റെ സുകുമാരൻ നായർ പറഞ്ഞാൽ മാറ്റിക്കുത്താൻ പോകുന്നില്ല, അല്ലെങ്കിൽ SNDP യോഗം പറഞ്ഞാൽ മാറ്റിക്കുത്താൻ പോകുന്നില്ല എന്നുള്ളതൊക്കെ. SNDP യോഗത്തിന്റെ കാര്യം നമുക്കറിയാം. അതായത് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന അവരുടെ SNDP യോഗം പ്രാദേശികമായിട്ടുള്ളത്, അവർക്കെല്ലാം പല രീതിയിലും സഹായങ്ങളും പണവും കൊടുത്ത് കുടുക്കിലാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ വെള്ളാപ്പള്ളി പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ കുത്തേണ്ടി വരും. അതുപോലെ തന്നെ NSSനുമുണ്ട് ഇതുപോലെ ഗ്രൗണ്ട് ലെവലിലുള്ള പല ആക്ടിവിറ്റീസ്. അതായത് 5800-ലധികം അവരുടെ കരയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ താലൂക്ക് ജില്ലാ തലത്തിലുള്ള വേറെ, കൂടാതെ അവർക്ക് സ്വയം സഹായ സംഘങ്ങളുണ്ട്, മൈക്രോ ഫിനാൻസ് ഉണ്ട്, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു സ്ഥാപനങ്ങളുമുണ്ട്. അവിടുത്തെ പണം കൈപ്പറ്റിയിരിക്കുന്നവര്, ശമ്പളം മേടിക്കുന്നവര്, ആനുകൂല്യം പറ്റുന്നവര്, അതുപോലെ തന്നെ അവർക്ക് പത്മ കഫേ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. വെറുതെ സ്ഥലം വാടകയ്ക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് പത്മ കഫേ ആക്കി മാറ്റാനുള്ള പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക സഹായം NSS കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്കും ഒരു സ്വാധീന ശക്തിയായിട്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം അവരുടെ ആനുകൂല്യങ്ങൾ പറ്റിയവരെ നിർബന്ധിതമായി വോട്ട് ചെയ്യിപ്പിക്കുക അവർ പറഞ്ഞിടത്തേക്ക് എന്ന് പറയുന്ന രീതിയിലൊക്കെ നടക്കും. പക്ഷേ ഇവിടെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സത്യത്തില് ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തില് ഈ 3 മുന്നണികൾ, അതായത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, അതുപോലെ തന്നെ നമ്മളുടെ BJP എന്ന് പറയുന്ന അവര് നയിക്കുന്ന 3 മുന്നണികൾക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ സാമുദായിക സംഘടനകളായിട്ടുള്ള SNDP, NSS, KPMS അങ്ങനെയുള്ള ആ സാമുദായിക സംഘടനകൾക്കുള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. അവരിതുവരെ തെരഞ്ഞെടുപ്പുകളിൽ ഇറങ്ങിയിട്ടില്ല. ഇനി അഥവാ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരാളെ തോപ്പിക്കുക അല്ലെങ്കിൽ ഒരാളെ ജയിപ്പിക്കുക എന്ന് പറയുന്ന കാര്യത്തിന് ചില മണ്ഡലങ്ങളിൽ മാത്രമേ അവർ യഥാർത്ഥത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതാണ് ആ ഒരു യഥാർത്ഥ സേന എന്ന് പറയുന്നതാണ് RSS എന്ന് പറയുന്നത്. അതായത് മഹാരാഷ്ട്രയിലുള്ളതിനേക്കാൾ, ഗുജറാത്തിലുള്ളതിനേക്കാൾ, മധ്യപ്രദേശിലുള്ളതിനേക്കാൾ കൂടുതൽ ശാഖകൾ കേരളത്തിലാണ് RSSന് ഉള്ളത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോ നിങ്ങൾ വിചാരിക്കും വിശ്വ ഹിന്ദു പരിഷത്തായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി ആയിരിക്കും, അല്ലെങ്കിൽ സേവാഭാരതി ആയിരിക്കും,
അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ എല്ലാം ഈ എന്താണ് നേതാക്കളോ അല്ലെങ്കിൽ ഭാരവാഹികളോ, സംസ്ഥാന പ്രസിഡന്റ് ആരാണ്, സംസ്ഥാന ഭാരവാഹികൾ ആരാണ്, അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള ഭാരവാഹികൾ ആരാണ് എന്നുള്ളതെല്ലാം ജനങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ ഈ RSSന്റെ ഓരോ ഭാരവാഹിത്വത്തിന്റെ പേര് പോലും പൊതുജനങ്ങൾക്കറിയില്ല. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം താലൂക്കിലത്തെ ആളുകൾ ആരാണ് എന്ന് പോലും അവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ അവർക്ക് വ്യക്തമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോ സത്യമാണോ എന്നറിയില്ലെങ്കിലും മോദിയുടെ 3ാം തെരഞ്ഞെടുപ്പില് മോദിക്ക് സീറ്റ് കുറയാൻ കാരണം RSS ഇടഞ്ഞു നിന്നതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കേരളത്തിന് പുറത്ത് പ്രധാനമായിട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഇവര് വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ അവര് ഇറങ്ങി തിരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ അവര് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി തിരിച്ചാൽ ഈ RSS എന്ന് പറയുന്നത് ഹിന്ദു സംഘടനയാണ് എന്നുള്ളതാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരുണ്ട്. അങ്ങനെ രാഷ്ട്രത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് BJPക്ക് ഓൾറെഡി കേരളത്തിൽ അവരുടെ തന്നെ വോട്ട് ബാങ്ക് ഈ സാമുദായിക സംഘടനകളുടെ ഒന്നും പിൻബലമില്ലാതെ 20 മുതൽ 25% വരെ വോട്ട് ഇപ്പൊ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി RSS കേരളം ഒട്ടാകെ BJPക്ക് വേണ്ടി ഇറങ്ങിയാൽ ഉറപ്പായിട്ടും ഈ SNDPയുടെ അല്ലെങ്കിൽ NSSന്റെ KPMSന്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു ഇതുവരെ കേരളത്തെ മുടിപ്പിച്ച ആ ഒരു മന്ത്രിസഭയെ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ, കോൺഗ്രസ്സുകാരന്റെ എല്ലാവരുടെയും വാക്കുകൾക്ക് പുല്ലുവിലയാകും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്. ഇവരുടെ കൈകളിലോട്ട് ഒരു നോട്ടീസ് വേണ്ട, ഒരു ലഘുലേഖ വേണ്ട, ഒന്നും വേണ്ട. ഇവര് ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രം മതി. പക്ഷേ BJPക്ക് വേണ്ടി അവർ ഇറങ്ങി തിരിക്കണം. അങ്ങനെ BJPയും RSSും കൈകോർത്ത് നിന്നാൽ കേരളത്തിൽ ഭയക്കേണ്ടത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ്. അല്ലാതെ BJPക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ അതിന്റെ തെളിവുകളും ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. അതായത് BJP ഓരോ നീക്കങ്ങളും കേരളത്തിൽ നടത്തുന്നത് RSSന്റെ കൂടി പിന്തുണയോടെയാണ്, അവരുടെ കൂടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രം നേരിട്ടിടപെട്ട് രാജീവ് ചന്ദ്രശേഖറിനെ BJPയുടെ തലപ്പത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ഭാരവാഹികളെയും നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് BJP ഭയക്കുന്നില്ല ഈ സാമുദായിക സംഘടനകളെയും പിണറായി വിജയന്റെ ഓലപ്പാമ്പിനെയും എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. പക്ഷേ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.